ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് പോറിഫറ, ഫൈലം പോറിഫറ. സോ നമ്മൾ ഗൂഗിൾ അടിച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ഒരുപാട് നല്ല പിക്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. പോറിഫറയുടെ ഓസ്കുലം, ഒരുപാട് ദ്വാരങ്ങളുള്ള ഓസ്കുലം പോഴ്സുകൾ കാണാം. കടൽ ഇതൊക്കെ ഒരു കുറേ ഇമേജസ് ഉണ്ട്, സ്ട്രക്ചർ ഒക്കെ ആയിട്ടുള്ള സ്പോഞ്ചോസീൽ, ഓസ്കുലം, ഓസ്റ്റിയ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് വരാം. സോ പോറിഫറ ഈ പേര് കിട്ടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബോഡിയിൽ ഒരുപാട് പോഴ്സ്, ഒരുപാട് ദ്വാരങ്ങൾ ഉണ്ട്. അതാണ് സ്പോഞ്ചസ്. നമ്മൾ ഈ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ച് ഇല്ലേ, അതുപോലെ ഏകദേശം ഒക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ടെക്സ്ചർ ആണ് വരുന്നത്. അപ്പൊ അതാണ് സ്പോഞ്ചസ് എന്ന് സാധാരണ വിളിക്കുക. ഇനി ഇതിന് സീലമില്ല. നമുക്ക് അസീലോമേറ്റ് ആണ്, പ്രിമിറ്റീവ് ആണ്, അസീലോമേറ്റ് ആണ്. പിന്നെ അസമ്മതി, അതായത് സിമെട്രി നോക്കി അസിമെട്രിക് ആണ്. സമ്മതി അസിമെട്രിക് ആണ്, പ്രിമിറ്റീവ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഓർഗാൻസത്തിന് ഒരുപാട് ദ്വാരങ്ങൾ, ബോഡിയുടെ ആ ഒരു ശരീരത്തിൽ മൊത്തം ഒരുപാട് ദ്വാരങ്ങൾ, പോഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ ഓസ്റ്റിയ എന്ന് വിളിക്കും. ഓക്കെ, ഈ ഓസ്റ്റിയ കൂടെയാണ് വെള്ളം ഉള്ളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡിയുടെ ഉള്ളില് ചെറിയൊരു ക്യാവിറ്റി ഉണ്ട്. ഇതാണ് ക്യാവിറ്റി, ചെറിയ ക്യാവിറ്റി. ഈ ക്യാവിറ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് സ്പോഞ്ചോസീൽ. നമ്മളിത് പറഞ്ഞു, ഇത് അസീലോമേറ്റ് ആണ്, മറ്റേ അറയല്ല ഇത്, അല്ലാത്തൊരു ഇന്നർ ക്യാവിറ്റിയാണ്. സ്പോഞ്ചിന്റെ ആയതുകൊണ്ട് സ്പോഞ്ചോസീൽ എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഈ വെള്ളം ഉള്ളിലേക്ക് കയറുന്നത് ഓസ്റ്റിയ വഴിയാണ്. ഇനി വെള്ളം മൂവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരു ഫ്ലജല്ല അല്ലെങ്കിൽ സിലിയ പോലത്തെ ഉള്ള ഒരു മൂവ്മെന്റ് വഴിയാണ് വാട്ടർ പ്രൊപ്പൽ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഭാഗത്ത് കുറെ ഒരു ചെറിയ കോളർ സെൽസ് ഉണ്ട്, സിലിയ ലൈക്ക് കോളർ സെൽസ് അല്ലെങ്കിൽ കീനോസൈറ്റ് എന്ന് പറയും. ഇവരുടെ മൂവ്മെന്റ് വഴിയാണ് വെള്ളം പ്രൊപ്പൽ ഔട്ട്, അല്ലെങ്കിൽ വെള്ളം മൂവ്മെന്റ് സഹായിക്കുന്നത് ഇവരെയാണ്. ഓക്കെ, ഇനി ഇതിന് വലിയൊരു ദ്വാരമുണ്ട്, അതാണ് ഓസ്കുലം. വെള്ളം പുറത്തേക്ക് പോകുന്നത് ഓസ്കുലം വഴിയാണ്. ഇനി നമ്മുടെ ബോഡിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കെലിറ്റൻ നെറ്റ്വർക്ക് ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ സ്പോഞ്ചസിന്റെ ബോഡി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ് സ്പിക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ് വഴിയാണ് അത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പോറിഫറയ്ക്ക് ഒരു ചെറിയ രീതിയിലുള്ള വാട്ടർ ചാനൽ സിസ്റ്റം ഉണ്ട്. മെറൈൻ ആണ് മോസ്റ്റ്ലി, പോറിഫറസ് എല്ലാം മെജോറിറ്റി മെറൈൻ ആണ്. അപ്പൊ അതിനൊരു ലിറ്റിൽ വാട്ടർ സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ എക്കിനോഡെർമേറ്റയ്ക്ക് ഒരു ട്രൂ വാട്ടർ കനാൽ സിസ്റ്റം ഉണ്ട്. അപ്പൊ എക്സാംസിന് ചിലപ്പം ട്രൂ വാട്ടർ കനാൽ സിസ്റ്റം ഏത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്കിനോഡെർമേറ്റയ്ക്ക് ആണ്. പോറിഫറയ്ക്ക് കുറച്ച് ലിറ്റിൽ ഡെവലപ്ഡ് ആണ് കേട്ടോ, പ്രിമിറ്റീവ് ആയതുകൊണ്ട്. ഇനി അടുത്തത് ബീജ സംയോഗം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ. ഇത് രണ്ട് രീതിയിലുണ്ട്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, ആന്തരിക ബീജ സംയോഗം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ബാഹ്യ ബീജ സംയോഗം. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കോഡാണ് CCEH. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, CCE ആണെങ്കിൽ നമ്മൾ റേഡിയൽ സിമെട്രിക്ക്, അതായത് സീലൻഡ്രേറ്റ, ടീനോഫോറ, എക്കിനോഡെർമേറ്റ, അതൊക്കെ റേഡിയൽ സിമെട്രിയാണ്. അതുപോലെ തന്നെ CCEH കൂടെ ഉണ്ട്. ഈ മൂന്ന് വരുന്ന ഫൈലംസിനെല്ലാം എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, അതായത് സീലൻഡ്രേറ്റ, ടീനോഫോറ, എക്കിനോഡെർമേറ്റ, ഹെമികോർഡേറ്റയ്ക്കൊക്കെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഓക്കെ, അപ്പം ഇത് പോറിഫറ എന്താണ്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. പിന്നെ ഇവർക്ക് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽസ് ഒരേ ഓർഗാൻസിൽ തന്നെ ഉണ്ടാവും. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് ഉള്ളത്. പിന്നെ എക്സാമ്പിൾസ് ആണ് സ്പോഞ്ചില, ഫ്രഷ് വാട്ടർ ആണ്, മെറൈൻ ആണ് നമ്മൾ പറഞ്ഞു മോസ്റ്റ്ലി, പക്ഷെ ഇതൊരു ഫ്രഷ് വാട്ടർ ആണ്. യു സ്പോഞ്ചിയ, നമ്മൾ ബയോളജിയിൽ യു എന്ന് പറയുമ്പോൾ ട്രൂ എന്നാണ് എല്ലാം നോക്കുക. ഓക്കെ, ഇതാണ് ബാത്ത് സ്പോഞ്ച് എന്ന് പറയുന്നത്. ഇനി പോറിഫറയുടെ പ്രത്യുൽപാദനം, റീപ്രൊഡക്ഷൻ അസെക്സ്വൽ റീപ്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ അലൈംഗിക പ്രത്യുൽപാദനം ഫ്രാഗ്മെന്റേഷൻ ആണ്. ഓരോ ഫ്രാഗ്മെന്റ്സ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോന്നും ഇതായിട്ട് മാറും. പിന്നെ ഇവിടെ റീപ്രൊഡക്ഷൻ ഡെവലപ്മെന്റ് നമ്മൾ രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. പോറിഫറയുടെ കേസിലല്ല, ജസ്റ്റ് ജനറൽ ആയിട്ട് ഞാൻ പറയാണ്, ഇന്റേണൽ അല്ല, ഇത് ഇൻഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റും ഡയറക്റ്റ് ഡെവലപ്മെന്റും.
ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർവ പ്രസന്റ് ഉണ്ട്. ഇപ്പൊ ഒരു ഫ്രോഗിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഫ്രോഗിന് അതിനൊരു ടാഡ്പോൾ ഉണ്ട്, എന്നിട്ടാണ് അത് മാറുന്നത് അല്ലേ. ഇപ്പൊ ലാർവ പ്രസന്റ് ഉണ്ട്. അങ്ങനെ വരുന്ന ജീവികളെല്ലാം ഇന്റേണൽ ഡെവലപ്മെന്റ് എന്ന് പറയും. ഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ലാർവ ഉണ്ടാവത്തില്ല. ഓക്കെ, അത് ഞാൻ ഇതിന് ജസ്റ്റ് ഒരു കോമൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഫൈലം സീലൻഡ്രേറ്റ എന്ന് പറയും. സീലൻഡ്രേറ്റ അല്ലെങ്കിൽ സ്നിഡാരിയ രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇതിന് ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ ആണ്, കലയാണ് ഇതിന്റെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സിമിട്രി എന്ന് പറയുന്നത് ആര സമിതിയാണ്, റേഡിയൽ സിമിട്രിയാണ്. നമ്മൾ പറഞ്ഞു ഈ കല എങ്ങനെ മനസ്സിലായത്, ഇപ്പം പോരിഫറ സീലൻഡ്രേറ്റ രണ്ടാമത്തെയാണ്. അപ്പൊ ഒന്നാമത്തെ സെല്ലർ ലെവലാണ്, രണ്ടാമത്തെ കലയാണ്. ഓക്കെ, ഇനി ഈ റേഡിയൽ സിമിട്രി ഓർത്തിരിക്കുന്നത് എങ്ങനെയാണ്? CCE സീലൻഡ്രേറ്റ, ടീനോഫോറ, എക്കിനോഡെർമിഡ്, ഈ മൂന്ന് പേർക്കും റേഡിയൽ സിമിട്രി ആണ്. ഇനി എസീലോമേറ്റ് ആണ്, അതായത് പ്രിമിറ്റീവ് ആണ്. സീലം നമുക്കറിയാം കപടശീലം, സീലോമേറ്റ് അഷൽമെന്തസ് തൊട്ടിട്ടാണ് വരുന്നത്. അഷൽമെന്തസിലാണ് കപടശീലം എസീലോമേറ്റ്, താഴത്തേതെല്ലാം സീലോമേറ്റ് ആണ്. അപ്പൊ അതിന് മുമ്പുള്ള ഫൈലംസ് എല്ലാം അസീലോമേറ്റ് ആണ്. പിന്നെ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, ഡ്യൂബ്ലാസ്റ്റിക് ആണ്. നമുക്കറിയാം പ്ലാറ്റി ഹെൽമന്തസിലാണ് ട്രിപ്ലോപ്ലാസ്റ്റിക് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ട്രിപ്ലാസ്റ്റിക് തുടങ്ങുന്നത്. ബാക്കി അതിന് മുമ്പുള്ള എല്ലാം ഡിപ്ലോപ്ലാസ്റ്റിക് ആണ്. ഇനി എന്തുകൊണ്ടാണ് ഈ സീലൻഡ്രേറ്റ എന്നുള്ള പേര് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സീലൻഡ്രോൺ എന്ന് പറയുന്ന ഒരു അറയുണ്ട്, ഒരു ക്യാവിറ്റി ഉണ്ട്. അതാണ് ഒരു ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി ആണ്. ഒരു ഗ്യാസ്ട്രോ എന്ന് വെച്ചാൽ ഒരു സ്റ്റൊമക്, വാസ്കുലർ ഒഴുകി പോകുന്ന അങ്ങനെ ഒരു ക്യാവിറ്റി, അതിന്റെ സീലൻഡ്രോൺ ക്യാവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് സീലൻഡ്രേറ്റ എന്ന് പറഞ്ഞൊരു പേര് വന്നത്. അതുപോലെ തന്നെ അവർക്ക് വേറൊരു പേരുണ്ട് സ്നിഡാരിയ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് സ്നിഡോബ്ലാസ്റ്റ് ഉണ്ട്. ഇതിങ്ങനെ ഒരു സ്ട്രക്ചറാണ്, ഇങ്ങനെ ഒരു വട്ടം, ഇവിടെ ഇങ്ങനെ ഒരു മുള്ള പോലെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നു അല്ലേ. ഇതാണ് സ്നിഡോബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ. സ്നിഡോബ്ലാസ്റ്റ് അതെന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രൊഡക്ടർ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാൽ ഇവർ ഈ മുള്ള് വെച്ചിട്ട് അതിനെ രക്ഷപ്പെട്ടു പോകും. ഓക്കെ, അതിന് പ്രൊഡക്ടർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഡിഫൻസ് ആണ് ഈ സ്നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ സ്നിഡോബ്ലാസ്റ്റ് ഒരു ആങ്കറിങ് ആയിട്ട് ആക്ട് ചെയ്യും. മൂവ്മെന്റിനൊക്കെ സ്നിഡോബ്ലാസ്റ്റ് റോൾ ഉണ്ട്. ഓക്കെ, അപ്പൊ സ്നിഡോബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് സ്നിഡേരിയ എന്ന് പറഞ്ഞ പേരും ഇതിന് അറിയപ്പെടുന്നത്. ഇനി സീലൻഡ്രേറ്റ അല്ലെങ്കിൽ സ്നിഡാരിയ ഫൈലത്തിന്റെ ഒരു കോമൺ എക്സാമ്പിൾ ആണ് ഹൈഡ്ര. അപ്പൊ ഹൈഡ്രയുടെ മുകളിൽ ഈ മൗത്തിന്റെ അവിടെ നമുക്കറിയാം ഇങ്ങനെ ഒരു കുറെ ടെന്റക്കിൾസ് ഉണ്ട്. ഓക്കെ, ഈ ടെന്റക്കിൾസിന്റെ ഉള്ളിലാണ് സ്നിഡോബ്ലാസ്റ്റ് ഹൈഡ്രയിൽ കാണുന്നത്. ഓക്കെ, ഇനി ചില സ്നിഡാരിയൻസ്, ഒബേലിയ നമുക്ക് സിലബസ് പഠിക്കാണ്ട് HSCയിൽ. ഒബേലിയയില് സ്നിഡാരിയൻസ് ഒരു കോളനി ആയിട്ടാണ് കാണുന്നത്. അവര് രണ്ട് ലൈഫ് ഫോംസ് അവർക്കുണ്ട്, പോളിപ്പും മെഡൂസ. പോളിപ്പ് എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു സ്റ്റിക്ക് ഓൺ ദ സബ്സ്ട്രേറ്റ്, എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചങ്ങ് വളരും. സിലിണ്ടറിക്കലാണ് പോളിപ്പ് ഫോം. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് ഹൈഡ്ര. ഇനി വേറൊരു ലൈഫ് ഫോം ആണ് മെഡൂസ. അംബ്രല്ല പോലെ ഇരിക്കും, ഒരു ജെല്ലി ഫിഷ് ഒക്കെ ഇരിക്കുന്ന പോലെ അത് അംബ്രല്ല പോലെ ഇരിക്കും. ഓക്കെ, അപ്പം ഒരേ ഓർഗാനിസത്തിന് രണ്ട് ലൈഫ് ഫോംസ് ഉണ്ടാവാം. അതിങ്ങനെ തലമുറകളുടെ മാറ്റം വഴി, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ വഴി ഇങ്ങനെ മാറി മാറി വരാറുണ്ട്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ഫോമാണ് മെഡൂസ റീപ്രൊഡ്യൂസ് പോളിപ്പ് സെക്സ്വലി. അപ്പൊ MPS എന്ന് ഓർക്കുക. നമുക്കൊരു സ്മൃതി എന്ന് പറഞ്ഞൊരു മെമ്പർ ഓഫ് പാർലമെന്റ് ഉണ്ട്, നല്ല കാണാൻ സുന്ദരിയാണ്. അപ്പം MPS, അതായത് മെഡൂസ റീപ്രൊഡ്യൂസ് പോളിപ്പ് സെക്സ്വലി. അതുപോലെ തന്നെ പോളിപ്പ് റീപ്രൊഡ്യൂസ് മെഡൂസ അസെക്സ്വലി. അപ്പം ഈ ഇവിടെ ഹൈഡ്രിലയിലൊക്കെ അല്ലെങ്കിൽ ചില ഓർഗാനിസത്തിൽ ഇങ്ങനെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അതിന് നമ്മൾ മെറ്റാജെൻസിസ് എന്ന് പറയും. ഇപ്പം ഒന്ന് പോളിപ്പ് ആണെങ്കിൽ അടുത്ത് മെഡൂസ, പോളിപ്പ് മെഡൂസ, അങ്ങനെ അങ്ങനെ മാറി മാറി തലമുറകൾ മാറി മാറി വരും. ചിലപ്പോൾ ഒരു ഫോമിൽ തന്നെ രണ്ട് ഫോമും, അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൽ തന്നെ രണ്ട് ഫോമും കാണാറുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഫെർട്ടിലൈസേഷൻ, പ്രത്യുൽപാദനം എങ്ങനെയാണ്? എക്സ്റ്റേണൽ അല്ല, ഫെർട്ടിലൈസേഷൻ, സോറി, പ്രത്യുൽപാദനമല്ല, ബീജ സംയോഗം. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, അതായത് ബാഹ്യ ബീജ സംയോഗം.
ഇപ്പം നമ്മൾ ഒരു കോഡ് പഠിച്ചായിരുന്നു CCEH. ഇതാണ് ഈ 4 പേരുമാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ കാണിക്കുന്നത്. സീലൻഡ്രൈറ്റ, ടീനോഫോറ, എക്നോഡെർമേറ്റ, ഹെമിക്കോഡൈറ്റ. ഇവർക്കെല്ലാം എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. അപ്പം ടീനോഫോറയ്ക്ക് എന്താണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. പിന്നെ കോമൺ എക്സാമ്പിൾസ് സിലിൻഡ്രൈറ്റയിൽ വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ഹൈഡ്ര ഉണ്ട്, പിന്നെ ഒബേലിയ ഉണ്ട്, സിലബസിൽ പഠിക്കുകയാണ് നമുക്ക്. ജെല്ലി ഫിഷ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കൊറാൽ, പവിഴ പുറ്റികളൊക്കെ സിലിൻഡ്രൈറ്റ്സിൽ വരുന്നതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇനി അടുത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പഠിക്കും. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി സിലിൻഡ്രൈറ്റിൻ്റെ ഒക്കെ ക്ലാസ്സസ് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും.